ഫെബ്രുവരി 19 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ഞാൻ വ്യത്യസ്തനല്ല എന്ന തലക്കെട്ടോടു കൂടി 1959 ഒക്ടോബർ ഗ്രേപ്പ് വൈനിലെ ലേഖനത്തിലെ ഭാഗമാണ് ബില്ലെഴുതിയിട്ടുള്ള ലേഖനം. ആൽക്കഹോളിക്സ് അനോണമസിൽ എത്തുന്ന അംഗങ്ങളൊക്കെ അതിലെ ഒരു സ്ത്രീ, 4 വർഷം സോവർട്ടി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ മറ്റ് പഴമക്കാരൊക്കെ വന്ന ആ രീതിയിൽ തന്നെ താൻ ഒരു വ്യത്യസ്തയാണെന്നും ആൽക്കഹോളിക്സ് അനോണമസിന് തൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും എന്നെ പോലെയുള്ള ആളുകൾക്കല്ല എന്നൊക്കെ പറഞ്ഞു. ഇത് പഴയ ആളുകളും പഴമക്കാർ പലരും അനുഭവിച്ചിരുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളും ഒരു കാലത്ത് പറഞ്ഞിരുന്ന എതിർത്തിരുന്ന അതേ ആളുകളെയൊക്കെ നമുക്ക് മീറ്റിങ്ങിലൊക്കെ കാണാനും അവരും എതിർപ്പുകളൊക്കെ ഉയർത്തുമ്പോൾ നമുക്ക് ചിരി വരുന്നതിൻ്റെയൊക്കെ കാരണം നമ്മളും ഈ അവസ്ഥയിലൂടെ കടന്നു വരും. പക്ഷെ നമ്മൾക്ക് എത്ര നിസ്സഹായരാണെന്നൊക്കെ മനസ്സിലാവുന്ന ഒരു അവസ്ഥ കൂടിയാണ്. വേറൊരാളെ നമുക്ക് വേറൊരു കാര്യം അറിയിപ്പിക്കാനൊന്നും നമുക്ക് സാധ്യമല്ല, നമ്മൾ വളരെ നിസ്സാരരാണെന്നുള്ള ബോധ്യമാണ്. അപ്പോൾ പൊതുവേ ആൽക്കഹോളിക്സ് അനോണമസിൽ എത്തുന്ന ഓരോ അംഗങ്ങളും തങ്ങൾ വളരെ വ്യത്യസ്തരാണ് എന്ന് ആദ്യകാലത്തും ഇപ്പോഴും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ കാണാം. നമ്മൾ അവരോടതല്ല എന്നൊന്നും നിർബന്ധപൂർവ്വം പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പല അത്യാസക്തരും തങ്ങൾ കലാകാരന്മാരാണ്, തങ്ങളുടെ കഴിവിനെക്കുറിച്ചും തങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചും തങ്ങളുടെ അറിവിനെക്കുറിച്ചും ഒക്കെ വാചാരരായിട്ടും തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരാകണമെന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തരാണെന്നുള്ള പ്രസ്താവനകൾ വരിക. പിന്നെ വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരാളെക്കാൾ അറിവുണ്ടെന്നും അയാളിലേക്ക് നമുക്ക് ഒഴുകാൻ പറ്റുമെന്നും നമ്മൾ കരുതുന്നത്, നമ്മൾ മറ്റൊരാളെ ഡൊമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരായിട്ടൊക്കെ തർക്കത്തിന് നിൽക്കുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം നമ്മൾ ഉയർന്നു നിൽക്കുന്നു എന്ന ചിന്ത തന്നെയാണ്. നമ്മളും നമ്മളൊപ്പം നിൽക്കുന്നവരും മനസ്സിലാക്കിയ പോലെ കാര്യങ്ങൾ മനസ്സിലാവണമെന്ന ആഗ്രഹവും പലപ്പോഴും നമുക്ക് കുഴപ്പമുണ്ടാക്കാറുണ്ട്. മറ്റുള്ളവരുമായിട്ട് സംഘർഷത്തിലാവുന്നതിൻ്റെ അത് ഏതിൽ മാത്രമല്ല, നമ്മുടെ പുറത്തുള്ള സംഭവങ്ങൾ, ഭാര്യ ആയിക്കോട്ടെ, മറ്റുള്ള ഇവിടങ്ങളിലൊക്കെ നമ്മുടെ വാശി കടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ ആദ്യം എയുടെ പ്രോഗ്രാമിലേക്ക് രണ്ടാമത്തെ പടി നമുക്ക് തരുന്നത് എയിൽ മാത്രമല്ല, പുറത്ത് സമൂഹത്തിലും എല്ലായിടങ്ങളിലും കുടുംബത്തിലും നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒരാശയമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ രണ്ടാമത്തെ പടിയിൽ കാണുന്ന പോലെ ആ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ, ആ മനുഷ്യരുടെ ഇടയിൽ ഒരു പൊതുകാര്യമായിട്ട് മദ്യാസക്തി പ്രശ്നമാകുന്നു നമുക്ക് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കാവുന്ന സർവ്വസമ്മതമായ കൂട്ടായ്മ എന്ന് ഒന്നാമത്തെ പടിയിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം. അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ അത്ര വ്യത്യസ്തനല്ല, എൻ്റെ അറിവും എൻ്റെ ബുദ്ധിയും എൻ്റെ മറ്റു കാര്യങ്ങളും എൻ്റെ ദൈവവിശ്വാസം ഇല്ലായ്മയും എൻ്റെ സയൻസിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് ടെമ്പറും ഇതെല്ലാം പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ ഇത് എന്തോ ആയിക്കോട്ടെ, വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലയോ എന്നുള്ളതല്ല, ഇത് രണ്ടും പ്രവർത്തിച്ചില്ലല്ലോ. ഈ മദ്യം എന്ന കെമിക്കൽ ഒരിക്കലും വന്നിട്ട് എന്നോട് കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വലിയ വലിയ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് കടന്നു വന്നത്. എൻ്റെ അറിവും മറ്റൊരു കാര്യവും പ്രവർത്തിച്ചില്ല. ഈ ഡയലോഗ് ഒന്നും ഇല്ലാതെ കുടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് തലയും കുത്തി കടന്നു വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എങ്ങനെയാ വ്യത്യസ്തത അവകാശപ്പെടുന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ ഞാൻ ആരാ മോൻ, എനിക്ക് ആ കീഴ്പ്പെടാനുള്ള ഒരുക്കമില്ലായ്മ, ആദ്യമായിട്ട് കീഴ്പ്പെടുക. അതെവിടെയാണ്? വെറുതെ മദ്യത്തിന്റെ മുന്നിൽ ശക്തിഹീനം. അവിടെയാണ് ഈ ഒന്നാമത്തെ പടി അംഗീകരിച്ചു എന്നത് കുടിക്കാതിരിക്കലാണെന്നുള്ള തെറ്റിദ്ധാരണ വരുമ്പോൾ, ഒന്നാമത്തെ പടി അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ പടി എന്നത് ബാക്കി പടികളിലേക്കുള്ള വലിയൊരു തുടക്കമാണ്. എങ്ങനെ മറ്റു പടികൾ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഉത്തരമാണ് രണ്ടാമത്തെ പടി എന്ന് പറയാം. ആ രണ്ടാമത്തെ പടിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയം സമ്മതിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ വ്യത്യസ്തത അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സമാനമായ കുഴപ്പങ്ങളാണ്, വ്യത്യസ്തമായ ആശയധാരകളിൽ മനുഷ്യരുള്ളപ്പോഴും അവർക്കൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് മറ്റു മനുഷ്യർ. അതിനെ എങ്ങനെ ഞാൻ ഉൾക്കൊള്ളും, അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ചിന്തിക്കാൻ പറ്റും, നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഏറ്റവും പറ്റിയ സാധനമാണ് ഈ ആത്മീയമായ വശത്തെ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ എടുക്കുക. റിലീജിയസ് ആസ്പെക്റ്റിനെ മാറ്റിക്കൊണ്ട് ആത്മീയതയെ എടുക്കുമ്പോൾ മറ്റു മതവിശ്വാസങ്ങൾ, മറ്റു വിശ്വാസങ്ങൾ, പല പല രീതിയിലുള്ള ആ മനുഷ്യർ ഒരുമിച്ച് കൊണ്ട് ഈ ഒരു മദ്യാസക്തി എന്ന സമാനമായ പ്രശ്നത്തിനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ സുബോധത്തിലേക്ക് നമ്മൾ എത്തുന്ന, വീണ്ടും മദ്യം വരാതിരിക്കാനായിട്ടുണ്ടാകേണ്ട പ്രധാന മനോഭാവം കൂടിയാണ് നമ്മൾ വ്യത്യസ്തരല്ല, നമ്മൾ ഏകദേശം സഹോദരങ്ങളെ പോലെ നിൽക്കാൻ പറ്റുന്നവരാണ്.
അതിപ്പോൾ ചിലപ്പോൾ അറിവ് കമ്മി ഉണ്ടായിരിക്കാം, വേറെ കാര്യങ്ങളിൽ കുറവുണ്ടായിരിക്കാം. പക്ഷെ മദ്യം എന്ന കെമിക്കലിൻ്റെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് പരാജയപ്പെട്ടല്ലോ. ബാക്കി എന്തുണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് എത്ര അറിവുകൾ ഉണ്ടായിട്ടും നമ്മൾ കോളേജിൽ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടോ വക്കീലായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഉന്നതമായ ഇതിൽ ഞാൻ നല്ല പണിക്കാരനാണ്, എനിക്ക് 2000 രൂപയുടെ കൂലി കിട്ടുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു? ഇതൊന്നും നമുക്ക് ഇന്ന് നമ്മൾ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് ഉണ്ടായുമ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി. അപ്പോൾ നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നതിനൊന്നും അടിസ്ഥാനം ഇല്ല എന്നുള്ള ബോധ്യമാണ്. നമ്മൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാണ് എന്നത് നമ്മുടെ ആത്മീയ രോഗത്തിൻ്റെ തോന്നലാണ്. അതിന് പകരം നമുക്ക് ആ ഒരുമയിലേക്ക് എത്താനായിട്ട് ഏതൊക്കെ തരത്തിൽ ആ സമാനതകളിലേക്ക് വരാൻ, മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളാൻ, അവരുടെ ആശയവുമായിട്ട് പരിപൂർണമായിട്ട് നമ്മൾ യോജിക്കൊന്നും വേണ്ട. അവർക്ക് അവരുടേതായ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ആ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായ രീതികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഏതിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിലേക്കൊക്കെ വരുമ്പോൾ ഭാര്യ ഒരു അഭിപ്രായം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ രീതി അല്ലാതെ ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റും പതുക്കെ പതുക്കെ. എവിടെയും നമ്മൾ തന്നെ പിടിച്ച മുയലിന് കൊമ്പ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ രീതിയിലായിരിക്കും നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബത്തിലെ ഭരിക്കുന്ന രാജാവായിട്ട് പോകാതെ അതിലൊരു യഥാർത്ഥ അംഗമായിട്ട് നമുക്ക് മാറാനൊക്കെ പറ്റും. നമ്മളവിടെ കുടുംബത്തിൽ തന്നെ വ്യത്യസ്തനാണ്, ഞാൻ ഭർത്താവാണ്, ഭരിക്കുന്നവനാണ് എന്ന ആ ഭാവത്തെ മാറ്റി നിർത്താൻ, വീട്ടിലാണെങ്കിൽ കുടുംബം നടത്തുന്നതാണ്, അമ്മയാണെങ്കിലും ഒക്കെ എൻ്റെ കീഴിൽ നിൽക്കേണ്ടതാണ്, മക്കളാണെങ്കിലും നമ്മുടെ അടിമയാണ് എന്നുള്ള ആ മനോഭാവം മാറുമ്പോഴാണ് കുടുംബത്തിൽ നമ്മൾ ഒരുമ ഉണ്ടാക്കാൻ പറ്റും. ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ മറ്റൊരാളേക്കാൾ ഉയർന്നതായിരിക്കാം, സൂപ്പർവൈസർ ആയിരിക്കാം, മാനേജർ ആയിരിക്കാം, മുതലാളിയായിരിക്കാം. അപ്പോഴും അവിടെയുള്ള തൊഴിലാളി അടക്കം നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമ്മുടെ പൊതു നന്മയായ ആ കാര്യമുള്ളൂ. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമുക്ക് കീഴെ ആളുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മുകളിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ്. അവിടെയും പ്രാഥമിക ഉദ്ദേശത്തിന് വ്യത്യസ്തനാണ്, ഞാൻ അവരെക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നതിന് പകരം സമാനതകൾ കണ്ടെത്താനും ആ പ്രാഥമിക ഉദ്ദേശത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും എനിക്കത് പാലിക്കാൻ പറ്റുമ്പോൾ ഈ വ്യത്യസ്തത ഇല്ലായ്മ ഏടെ കൂട്ടായ്മയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അത് പിന്നീട് എല്ലാ സ്ഥലങ്ങളിലും, കുടുംബത്തിലും ജോലി സ്ഥലത്തും എന്ന് വേണ്ട, എവിടെയും എനിക്കത് പ്രായോഗികമാക്കാൻ പറ്റും. അതെന്നെ തീർച്ചയായിട്ടും മദ്യമില്ലാതെ ആ സുബോധാവസ്ഥ കൊണ്ടുപോകുന്ന പോലെ തന്നെ സന്തോഷം എന്ന് പറയുന്ന ആ സുബോധത്തിൻ്റെ കൃത്യമായ അർത്ഥം നിർണ്ണയിക്കാനും വലിയ ശക്തി കൃത്യമായി പ്രവർത്തിക്കേണ്ട മേഖലകൾ എങ്ങനെയാണ്, ആത്മീയത എവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെയുള്ള വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലും ആയിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്രഷൻ കടന്നതിന് നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.